കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വീണ്ടും ഇഡി റെയ്ഡ്. തൃശൂരും കൊച്ചിയിലും ഉൾപ്പെടെ 9 ഇടത്താണ് ഇഡി റെയ്ഡ്. സഹകരണ ബാങ്കുകളിലും കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറിന്റെ ബിനാമികളുടെ വീടുകളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കരുവന്നൂരിന് പുറമെ CPM ഭരിക്കുന്ന 10ഓളം സഹകരണ ബാങ്കുകളിൽ സമാന രീതിയിൽ സതീഷ് കുമാർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഇഡി വ്യാപകമായിട്ടുള്ള പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസം തന്നെ വന്ന വാർത്തയാണ്. ഏതാണ്ട് 10ഓളം ഇടങ്ങളിൽ സമാനമായ രീതിയിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഏതൊക്കെ ഇടത്താണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഇഡിയുടെ കൂടുതൽ പരിശോധനകളും തെളിവെടുപ്പുകളും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലുകളുമാണ് നടക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ ന്യൂസ് 18 ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ഈ അവിടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഈ CPMന്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു നമ്മൾ പുറത്തുവിട്ടത്. അതിനിടയിലാണ് ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ കൊച്ചിയിലും തൃശൂരുമായി 9 ഇടങ്ങളിൽ 9 ബാങ്കുകളിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. 40 അംഗ സംഘാംഗങ്ങളാണ് വിവിധയിടങ്ങളിലെ സർവീസ് സഹകരണ ബാങ്കുകളിലെത്തി പരിശോധന നടത്തുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി ബിനാമി ഇടപാടുകൾ നടന്നു എന്ന് ഇഡി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പരിശോധനകളും പുരോഗമിക്കുന്നത്. ഇതിൽ പ്രധാനമായും പി സതീഷ് കരുവന്നൂർ ബാങ്ക് അല്ലാണ്ട് അയ്യന്തോളിലെ ബാങ്ക് വഴിയും ഇത്തരത്തിൽ പണം ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഒപ്പം തന്നെ കൈമാറ്റം ചെയ്യുന്നതിനും ബിനാമി ഇടപാടുകൾ നടത്തുന്നതിനുമൊക്കെ ഉപയോഗിച്ചു എന്നൊരു വെളിപ്പെടുത്തൽ സതീഷ് തന്നെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകളും നടത്തുന്നത്. ഭാര്യയുടെയും മക്കളുടെയും എല്ലാം പേരിൽ 5 അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇതിലൊക്കെ ഇയാൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും ഇഡി കണ്ടെത്തിയിരുന്നു. ഇഡിയുടെ ചോദ്യം ചെയ്യലിനൊക്കെ ഇത് വ്യക്തമാക്കുന്ന തെളിവുകളടക്കം ഇഡിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊച്ചിയിലെ ദീപക് എന്ന വ്യക്തി 5.5 കോടി രൂപ വെളുപ്പിക്കുന്നതിനായി 9ഓളം ഷെൽ കമ്പനികൾ തുടങ്ങിയിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ AC മൊയ്തീനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ കൂടി കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു നീക്കത്തോടുകൂടി തന്നെയാണ് ഇഡി ഈ പരിശോധന നടത്തുന്നത്. എന്തായാലും 9 സഹകരണ ബാങ്കുകളിലാണ്. നവമി, കേൾക്കാമോ? ഈ 9 ഇടങ്ങളിൽ നടക്കുന്ന പരിശോധന സതീഷ് കുമാറിന്റെ അവിടെ ഉള്ള ഇടപെടലുകൾ, പങ്കുകൾ, അയാളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ തേടി മാത്രമാണോ? രേണുക, അത് മാത്രമല്ല ഇഡിയുടെ മുന്നിലുള്ള ലക്ഷ്യം. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട്, ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇതിൽ കൊണ്ടുപോയിട്ടുള്ള പണങ്ങൾ, കരുവന്നൂരിൽ നിന്നും തട്ടിയെടുത്ത പണങ്ങൾ മറ്റെവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്, അത് മറ്റാരുടെയെങ്കിലും ഒക്കെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും ഈ CPM പ്രവർത്തകർക്ക്, അതിലുൾപ്പെട്ട പ്രവർത്തകർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബിനാമി ഇടപാടുകളുണ്ടോ, ഇവരുടെയും കൈമാറ്റം, ഈ പണം ഇടപെടലൊക്കെ ഇവരും നടത്തിയിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളും ശേഖരിക്കുക എന്നുകൂടി ലക്ഷ്യം ഇഡി ഈ റെയ്ഡിലൂടെ നടത്തുന്നുണ്ട്. എന്തായാലും നിലവിലുള്ള ഈ റെയ്ഡുകളെല്ലാം സതീഷ് കുമാറിന്റെ അക്കൗണ്ട് വഴിയും, അതായത് സതീഷ് കുമാർ ഈ കരുവന്നൂരിൽ നിന്നും തട്ടിയെടുത്ത പണങ്ങൾ കൈമാറ്റം ചെയ്തതും മറ്റുള്ളവർക്ക് ഈ ബാങ്ക് വഴി പൈസ അയച്ചു കൊടുത്ത ഈ ഇടപാടുകളൊക്കെ നടത്തിയത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള ഇഡിയുടെ അന്വേഷണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയും കൂടുതൽ പേരിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. AC മൊയ്തീൻ അടക്കമുള്ള അവരെ 2ാമത്തെ പ്രാവശ്യം നാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിച്ചിട്ടുണ്ട്. AC മൊയ്തീനെതിരെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഉന്നത പോലീസ് ഇടപെടലും ഇഡി സംശയിക്കുന്നുണ്ട്. കാരണം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരാത്ത പല പേരുകളാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. PK ബിജുവിന്റെ ആയിക്കോട്ടെ, P സതീഷ് കുമാർ ആയിക്കോട്ടെ, ഇതൊന്നും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താത്തവരായിരുന്നു. കുറച്ച് നിരപരാധികളായ, അല്ലെങ്കിൽ പാർട്ടിയിലെ തന്നെ മറ്റ് ഭരണസമിതിയിലെ അംഗങ്ങളായിരുന്നു ഇതിൽ ആദ്യത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതികളായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലുള്ള ഇഡിയുടെ അന്വേഷണത്തിൽ കൂടുതൽ CPM നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെയൊക്കെ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും കൊച്ചിയിലും
തൃശൂരിലുമായി 9 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. 9 ഇടങ്ങളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ തൃശൂരിൽ സഹകരണ ബാങ്കിൽ പരിശോധന നടക്കുകയാണ്. അവിടേക്ക് എത്തുന്ന ആളുകളെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് അവിടെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. അങ്ങനെ മറ്റാളുകളുടെയൊക്കെ പ്രവേശനം തടഞ്ഞുകൊണ്ട് അവിടെ പരിശോധന തുടരുന്നു. ജീവനക്കാരെയും കടത്തിവിടുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 9 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു. തൃശ്ശൂരിലും കൊച്ചിയിലുമാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരശേഖരണം തന്നെയാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. ഒരുപാടിടങ്ങളിൽ കരുവന്നൂരിലേതിന് സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വിവരമാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് തുടരുന്നത്. നവമി, ഇന്നലെയുമായൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും. ഞാൻ നവമിയിലേക്ക് എത്താം. ജീവനക്കാരെ ഉൾപ്പെടെ പ്രവേശിക്കാൻ അനുവദിക്കാതെ അവിടെ ഇഡി ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുകയാണ്. ഒരേ സമയം 9 ഇടങ്ങളിലാണ് പരിശോധന. തൃശ്ശൂരിലും കൊച്ചിയിലും ആണ് ഈ പരിശോധനകൾ 9 ഇടങ്ങളിലായി നടക്കുന്നത്. കൂടുതൽ വിവരശേഖരണമാണ് ഇഡി ലക്ഷ്യമിടുന്നത്. നവമി തുടരുന്നുണ്ട്. നവമി, ഭരണസമിതിയിലെ അംഗങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പ്രസിഡന്റിനെ ഒന്നിനും കൊള്ളില്ലായിരുന്നു എന്ന് പറയുന്നവർ തങ്ങൾ അതിൽ ഒപ്പുവെച്ച് പോയി എന്ന ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ഭരണസമിതിയെ പാർട്ടിയൊക്കെ വളരെയധികം പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അതിനുള്ളിൽ നിന്ന് തന്നെ ഉള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അതിനു പുറമെയാണ് അയ്യന്തോൾ ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇഡി കൂടുതൽ വിവരശേഖരണം ആരംഭിച്ചിരിക്കുന്നു. നാളെ AC മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നു, കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. വലിയ രീതിയിൽ CPM പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരുപക്ഷെ നാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണോ ഉള്ളത്? തീർച്ചയായും രേണുക, ഓരോ ദിവസവും കഴിയുന്തോറും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇഡിയിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൊന്നും ഉൾപ്പെടാത്ത പല പേരുകളും പല കാര്യങ്ങളുമൊക്കെയാണ് ഈ ഇഡിയുടെ പരിശോധനയിലും അന്വേഷണത്തിലുമൊക്കെ വെളിപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭരണസമിതി അംഗങ്ങളൊക്കെ ന്യൂസ് 18നോട് പ്രതികരിച്ചത് അവരെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. തങ്ങളോട് മിനിറ്റ്സിൽ ഒപ്പിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഇതിന് പിന്നിലുള്ള ചതിക്കുഴികളെ തങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇത് AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിച്ചിരുന്നു. പക്ഷേ അവർ പിന്നീട് തങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. സെക്രട്ടറി ഉൾപ്പെടെ MM വർഗീസ് ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെ വിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം, ജുഡീഷ്യൽ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ ഇഡിയുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഇത്തരത്തിൽ ഇഡിയുടെ ഇന്നത്തെ ഒരു റെയ്ഡും കൂടി. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ അടക്കമുള്ള ഇപ്പോൾ അറസ്റ്റിലായ PP കിരൺ, സതീഷ് കുമാർ ഉൾപ്പെടെ AC മൊയ്തീൻ, ഇനി വരാൻ ചോദ്യം ചെയ്യാനിരിക്കുന്നവരുൾപ്പെടെയുള്ളവരുടെ എല്ലാം കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യമാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ് ഇഡി. എന്തായാലും 9 ഇടങ്ങളിലാണ് ഇപ്പോൾ കൊച്ചിയിലും തൃശ്ശൂരിലുമായി 9 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന നടത്തുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ തട്ടിയെടുത്ത തുക ഇവർ മറ്റ് സഹകരണ ബാങ്കിലും നിക്ഷേപിച്ചു, അല്ലെങ്കിൽ മറ്റ് സഹകരണ ബാങ്കിലും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അയ്യന്തോളിലെ സഹകരണ ബാങ്കിൽ ഉൾപ്പെടെ ഈ സതീഷ് കുമാർ പണം ഇട്ടിട്ടുണ്ടെന്നും അത് ബന്ധുക്കളുടെ പേരിലും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പേരിൽ ഇത്തരത്തിൽ തട്ടിയെടുത്ത തുക അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ ചോദ്യം ചെയ്യലും തുടർന്നുള്ള ഈ പരിശോധനയും റെയ്ഡും ഒക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളുടെ കുരുക്ക് മുറുകുകയാണ്. അവർക്കെതിരെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഇഡി ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ അറിവോട് കൂടിയാണ് കരുവന്നൂരിൽ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയത് എന്ന്
തന്നെയാണ് ഇ ഡി പറയുന്നത്. അതിനുള്ള തെളിവുകളടക്കം ഇ ഡി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ റെയ്ഡ് ഉൾപ്പെടെ. എന്തായാലും AC മൊയ്തീന്റെ വീട്ടിലൊക്കെ 22 മണിക്കൂർ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡിലൊക്കെ കൃത്യമായ തെളിവുകളും ഇ ഡിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ AC മൊയ്തീന്റെ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ഇപ്പോൾ ഇ ഡി തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് അടിസ്ഥാനമായ കുറച്ച് ആദായ നികുതിയുടെ രേഖകളടക്കം സമർപ്പിക്കണമെന്ന് AC മൊയ്തീൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ അതൊന്നും ചില രേഖകളിലൊക്കെ അതിലൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലിന് വരുമ്പോൾ അതുകൂടി ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പി സതീഷ് കുമാറിന്റെ അടക്കം ചോദ്യം ചെയ്തതെന്നൊക്കെ AC മൊയ്തീനെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. AC മൊയ്തീന്റെ ബിനാമി ഇടപാടുകളും മറ്റ് ബാങ്ക് രേഖകളും ഫോൺ കോളുകളെല്ലാം ഇ ഡി പരിശോധിച്ചു. ഇതിലൊക്കെ പി സതീഷ് കുമാറുമായി AC മൊയ്തീൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് AC മൊയ്തീന് കൃത്യമായുള്ള പങ്കുണ്ടെന്നുമുള്ള തെളിവുകൾ ഇ ഡിയുടെ പക്കലുണ്ട്. എന്തായാലും ഈ ഒരു റെയ്ഡിലോട് കൂടി കൂടുതൽ രേഖകളും കൂടുതൽ തെളിവുകളും ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത്. പി സതീഷ് കുമാറിന്റെ ഭാര്യയുടെയും മക്കളുടെയും അക്കൗണ്ടിലൊക്കെ ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള പരിശോധനയും. സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. അയ്യന്തോൾ ബാങ്കിലാണ് ഇത്തരത്തിൽ സതീഷ് കുമാറിന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. ഇതിലേക്കും ഈ കരുവന്നൂരിൽ നിന്നും തട്ടിയെടുത്ത പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും പിന്നെ മറ്റ് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇവരുടെ തട്ടിപ്പുകൾ മുന്നോട്ട് പോകുന്നതും എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഇ ഡി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റെയ്ഡ് പുരോഗമിക്കുന്നത്. എന്തായാലും AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾക്ക് എതിരെയുള്ള അന്വേഷണം കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇ ഡി. ഇത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കും. കാരണം നിലവിലുള്ള MLA കൂടിയാണ് AC മൊയ്തീൻ. ഇത് തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഏറെ ഈ ഒരു അറസ്റ്റിലേക്ക് വരേക്ക് നീങ്ങിയാൽ പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രതിരോധത്തിലാകും. പ്രതിപക്ഷം ഇത് ആയുധമായി തന്നെ ഉപയോഗിക്കും. തീർച്ചയായും. എന്തായാലും കരുവന്നൂരിലെ തട്ടിപ്പ് പണം വെളുപ്പിക്കുന്നതിനും കൈമാറുന്നതിനും ഒക്കെയായി മറ്റ് സഹകരണ ബാങ്കുകളെയും സമീപിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടങ്ങളിൽ കൂടി പരിശോധന നടക്കുന്നത്. അയ്യന്തോൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് വിവിധയിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുന്നത്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. തട്ടിപ്പിനെക്കുറിച്ച് എല്ലാ